പിന്നത്തെ എൻ്റെ വീഡിയോ എനിക്കൊരു താമര പോട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഇപ്പം മഴ പെയ്തെല്ലാം അഴുക്കായി ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇത് നേരത്തെ നമ്മൾ ഇവിടെ തറയിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ആ ഗപ്പി കിട്ടിയിരുന്നു. അപ്പം പൂച്ചയുടെ ഭയങ്കര ശല്യവും. അപ്പോൾ മീനെല്ലാം പൂച്ച പിടിക്കുക, പിന്നെ കൊക്കും വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ചേട്ടൻ വന്നപ്പോൾ എനിക്കൊരു പുതിയ സ്റ്റാൻഡ് പണിത് തന്നു, ഇച്ചിരി കിളപ്പത്തി വെക്കാൻ. അപ്പം പൂച്ചയുടെ കൊക്കിൻ്റെ ശല്യം ഉണ്ടാകും, പക്ഷെ പൂച്ചയുടെ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതിന് ഞങ്ങളത് കിളത്തി ഇപ്പം വെച്ച് അതെല്ലാം നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കി. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോകാൻ അതിനൊരു പുനർജീവൻ കൊടുക്കാൻ പോവുക. മോടെ കല്യാണത്തിന് പിന്നെ പന്തൽ ഡെക്കറേഷൻ ചെയ്യാൻ വന്നപ്പോൾ അവർ ഹൽദിക്ക് വേണ്ടി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ പറഞ്ഞ് അങ്ങനെ ഓർഡർ കൊടുത്ത് ചേട്ടൻ വാങ്ങിച്ചു തന്നതാണ്. പിന്നെ ഈ പോണ്ട് കേട്ടോ, ഫൈബറിൻ്റെ. ഇപ്പോൾ 2 വർഷമായി. ഞങ്ങൾ ഇടയ്ക്ക് പെയിൻ്റൊക്കെ അടിക്കും. നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിനകമെല്ലാം അങ്ങ് പായൽ ഒഴിക്കും എപ്പോഴും. അപ്പം മതിയേ. എൻ്റെ മണ്ടയിലോട്ട് വെക്കാം, എന്നാലല്ലേ ഇത് കിളപ്പത്തിൽ കാണത്തുള്ളൂ. ഇതെല്ലാവേ ഞാൻ വലുതിനെല്ലാം ഞാൻ പിന്നെ ജാറിനകത്ത് ആക്കി അടുക്കളയിൽ വെച്ചിരിക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഫൈറ്റർ മീനുമുണ്ട്. ഇതിപ്പോൾ അങ്ങ് ഒത്തിരി അങ്ങാകും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇവിടെ വരുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. അവരെല്ലാവരും വരുമ്പോൾ എല്ലാവരും വേണം എന്ന് പറഞ്ഞ് വെള്ളം വെക്കും. പിന്നെ ഞാൻ എല്ലാവർക്കും അങ്ങനെയും കൊടുക്കും. ഇതൊക്കെ ചുമ്മാ ഒരു രസം കാണാനല്ലേ. എൻ്റെ താമരയുടെ ചട്ടിക്കകത്തായിരുന്നു ഇതെല്ലാം ഈ ഗപ്പിയെല്ലാം കിടന്നിരുന്നത്. അപ്പം താമരച്ചട്ടിക്കകത്തെല്ലാം ഞാനിപ്പോൾ എല്ലാം റിപ്പോർട്ട് ചെയ്ത് വളമൊക്കെ ഇട്ട്, അപ്പം ഞാൻ അകത്തി കിടന്നതിനെ എല്ലാം പിടിച്ച് മാറ്റി വെച്ച് ഇപ്പം ഞാൻ വളമൊക്കെ ഇട്ട് വെച്ചിരിക്കുക. പാമ്പലുണ്ട്, താമരയുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി പായലൂടി ഇതിനകത്തിടാതെ. ഇത് നമ്മുടെ വലിയ സൈസ് മീനാണ്. ഇത് പായലാണ്. ഇത് നമ്മുടെ മീൻകുളത്തിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തോണ്ട് വന്നത്. ഇതിപ്പോൾ 1-2 എണ്ണം ഇട്ടാൽ മതി, ഇതിനകം അങ്ങ് നിറയും. ഞാൻ കുറേശ്ശെ കഴിയുമ്പോൾ എല്ലാം അങ്ങ് വാരിക്കളയും, അല്ലെങ്കിൽ ഇതിനകം എല്ലാം അങ്ങാവും. ഇതുണ്ട് താമരപ്പൂ എല്ലാം അങ്ങ് നിൽക്കുന്നു. നല്ല ഞാൻ ഇതുപോലെ ഇച്ചിരി ഇട്ടുള്ളൂ. ഇത് പക്ഷേ ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് കവറാവുമേ. അപ്പോൾ താമരക്കുളത്തിലും അതുപോലെ തന്നെ ആയിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.